തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ബി.ജെ.പിയുടെ സാഹചര്യം വിലയിരുത്തി പാർട്ടി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിൽ 3 മുന്നണികൾ മത്സരിക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും ഇതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഞാൻ ഏറെ റെസ്പോൺസിബിലിറ്റിയോടെ പറയുകയാണ്, ഇത് അവസാനത്തെ ഇലക്ഷനാണ്. 3 മുന്നണികൾ മത്സരിക്കുന്ന അവസാനത്തെ ഇലക്ഷനായിരിക്കും. ഇത് കഴിഞ്ഞാൽ ഇവിടെ 2 പോൾസ് മാത്രമായിരിക്കും. ഒരു വശത്ത് CPM കോൺഗ്രസ് സഖ്യവും മറുവശത്ത് NDAയുമായിരിക്കും ഉണ്ടാവുക, അദ്ദേഹം പറഞ്ഞു. എത്ര സീറ്റ് കിട്ടുമെന്നാണ് പ്രതീക്ഷ എന്ന ചോദ്യത്തിന് 140 മുകളിൽ ഞങ്ങൾക്ക് സീറ്റ് കിട്ടില്ല, അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി. 140 സീറ്റിലും ജനങ്ങളുടെ വിശ്വാസം നേടാൻ ഞങ്ങൾ കഴിഞ്ഞ 1 മാസം അധ്വാനിച്ചു. അത് ഇനി തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. അത് മെയ് 4-ാം തീയതി നമുക്ക് കിട്ടും, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇലക്ഷൻ കഴിഞ്ഞാൽ എല്ലാവരും ഒരു രാഷ്ട്രീയ വിദ്വാനായിട്ട് മാറുമല്ലോ. നമ്മുടെ കുട്ടികളുടെയും ഭാവി തീരുമാനിക്കേണ്ട ഒരു തിരഞ്ഞെടുപ്പാണിത് എന്ന രീതിയിൽ ഈ തിരഞ്ഞെടുപ്പിനെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. വോട്ടിംഗ് ശതമാനം കൂടാൻ പ്രധാന കാരണം അതാണെന്നാണ് എൻ്റെ അഭിപ്രായം. 3 മുന്നണികൾ മത്സരിക്കുന്ന അവസാനത്തെ ഇലക്ഷൻ ആയിരിക്കും ഇതെന്ന് ഞാൻ ഉത്തരവാദിത്തത്തോടെ പറയുകയാണ്. ഇത് കഴിഞ്ഞാൽ ഇവിടെ 2 കക്ഷികൾ തമ്മിലുള്ള മത്സരമാവും. ഒരു വശത്ത് CPM കോൺഗ്രസ് സഖ്യവും മറുവശത്ത് NDAയുമായിരിക്കും ഉണ്ടായിരിക്കുക. ബാക്കി 27 സംസ്ഥാനങ്ങളിലും 8 യൂണിയൻ ടെറിട്ടറികളിലും ഇപ്പോഴുള്ള കോൺഗ്രസ് CPM ഇന്ത്യ മുന്നണി 2031 തെരഞ്ഞെടുപ്പിൽ ഇവിടെയും വരും. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അതിൽ ഒരു സംശയവുമില്ല. കാരണം കോൺഗ്രസും CPMും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അവരുടെ രാഷ്ട്രീയം, അവരുടെ ഐഡിയോളജി, അവരുടെ ട്രാക്ക് റെക്കോർഡ് തുടങ്ങിയവ നോക്കിയാൽ ഒരു വ്യത്യാസവുമില്ല. ഒരു വലിയ മാറ്റം വരും. ഇതൊരു ബൈപോളാർ പൊളിറ്റിക്സ് ആയിട്ട് മാറും. അതിൻ്റെ ഒരു പോൾ BJP NDA ആകുമെന്നതിൽ ഒരു സംശയവുമില്ല. ഭരണം ആര് നിയന്ത്രിക്കണം എന്ന് തീരുമാനിക്കുന്ന ശക്തിയായിട്ട് BJP മാറുമെന്നൊന്നും പറയാനില്ല. അതെല്ലാം ജനങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾ അങ്ങനെ അഹങ്കാരത്തോടെ പൂട്ടും താക്കോലും എടുത്ത് നടക്കുന്ന പാർട്ടിയോ മുന്നണിയോ ഒന്നുമല്ല. അത് അവർ ചെയ്യട്ടെ. ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറയും. ഒരു മാറ്റം വരും എന്നുറപ്പാണ്. അത് എങ്ങനെയായിരിക്കും? BJP NDAക്ക് എത്രത്തോളം റോൾ ജനങ്ങൾ തരും എന്ന് നമുക്ക് മെയ് 4-ാം തീയതി കാണാം. നേമത്ത് ഞങ്ങളെല്ലാം നന്നായി അധ്വാനിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ മുമ്പിൽ പോയി ആത്മാർത്ഥമായി ഞങ്ങളുടെ കാഴ്ചപ്പാട് അറിയിച്ചിട്ടുണ്ട്. ഒരു അവസരം തന്നാൽ ഞങ്ങൾ എന്തു ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉറപ്പിക്കേണ്ടത് ജനങ്ങളാണ്, വോട്ടർമാരാണ്. നല്ല പ്രതീക്ഷ തന്നെയാണുള്ളത്. ഞാൻ എത്രയോ വീട്ടിൽ കയറി ഇറങ്ങിയ വ്യക്തിയാണ്. കൂടാതെ 140 മണ്ഡലത്തിൽ നിന്നും NDA നേതൃത്വത്തിന് ഫീഡ്ബാക്കും കിട്ടിയിട്ടുണ്ട്. അതിനാൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട്. ഇതൊരു നിർണായകമായ ഇലക്ഷനായിട്ടാണ് എല്ലാവരും കാണുന്നത്, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു.